ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീണ്ടും വീക്ക് ഓപ്പണിങ്ങും വൊളാറ്റിലിറ്റിയാണ്. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഇത്തരത്തിലുള്ള സെൻറ്റിമെൻ്റ് തന്നെയായിരുന്നു. എന്നിരുന്നാലും മറ്റൊരു ലോവർ ലെവലിൽ നല്ല രീതിയിലുള്ള ബൈയിങ് ഇന്ത്യൻ മാർക്കറ്റിൽ കണ്ടിട്ടുണ്ട്. ഇന്നലത്തെ ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് ഇൻഡെക്സുകളെല്ലാം തന്നെ ഇന്നലെ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതേസമയം സൗത്ത് കൊറിയൻ മാർക്കറ്റിന് ഇന്നലെ അവധിയായിരുന്നു. ഇന്ന് മോർണിംഗിൽ എല്ലാ ഏഷ്യൻ മാർക്കറ്റുകളും താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ അമേരിക്കൻ ഇൻഡെക്സുകൾ താഴെയാണ്. അതുപോലെ തന്നെ യൂറോപ്പിലെ എല്ലാ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സുകളും താഴെയാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അമേരിക്കയിലെ ഇന്ന് വേൾഡിലത്തെ സെക്കൻഡ് ലാർജസ്റ്റ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യാണ്. ഹണിവെല്ലിൻ്റെ സബ്സിഡിയറി ആയിട്ടുള്ള ക്വാണ്ടിനോം ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്ന കമ്പനിയാണ്. $53-55 പെർ ഷെയറാണ് IPO റേഞ്ച് വന്നിരിക്കുന്നത്. ഇന്ന് ലിസ്റ്റ് ചെയ്യുമ്പോഴാണ് എത്രത്തോളം അപ്രീസിയേഷൻ ഉണ്ടാവും അല്ലെങ്കിൽ എത്രത്തോളം ഡിസ്കൗണ്ടിങ് ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. എന്നിരുന്നാലും ലോങ് റണ്ണിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്തരത്തിലുള്ള ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് സ്റ്റോക്കുകളൊക്കെ വാങ്ങാനായിട്ട്. സ്പേസ് എക്സിൻ്റെ IPO പ്രൈസും ഫിക്സ് ചെയ്തിട്ടുണ്ട്. $135 പെർ ഷെയറാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഈ മാസം 11-12 തീയതികളിലാണ് സ്പേസ് എക്സിൻ്റെ IPO ലിസ്റ്റിംഗ് വരാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് ജെഫ്രീസ് പോലുള്ള റിസർച്ച് ഹൗസസിൻ്റെ ക്ലയൻസൊക്കെ പറഞ്ഞിരിക്കുന്നത് സ്പേസ് എക്സ് ലിസ്റ്റ് ചെയ്യുമ്പോൾ അവർ ഷോർട്ട് ചെയ്യാൻ പോവുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു വൊളാറ്റിലിറ്റി ഒക്കെ സ്പേസ് എക്സിൻ്റെ സ്റ്റോക്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി കമോഡിറ്റി മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ്. $4,472 പെർ ഔൺസിനാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. സിൽവർ പക്ഷേ സ്ലൈറ്റ്ലി വീക്കാണ്. $73.25 പെർ ഔൺസിനാണ് ട്രേഡ് ചെയ്യുന്നത്. പ്ലാറ്റിനം താഴെയാണ്. മറ്റെല്ലാ കമോഡിറ്റികളും ഓൾമോസ്റ്റ് ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി വീക്ക് സെന്റിമെന്റിലാണ് ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ മാത്രമാണ് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിൽ ട്രേഡ് ചെയ്യുന്നത്. $96.6 പെർ ബാരലിനാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പി ഇന്നലെ വീണ്ടും US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. നാളെയാണ് RBI മോണിറ്ററി പോളിസി കമ്മിറ്റി ഡിസിഷൻ വരുന്നത്. ആ ഡിസിഷൻ്റെ ഇമ്പാക്റ്റ് ഒരുപക്ഷെ ഇന്ത്യൻ റുപ്പിയിൽ നമുക്ക് നാളേക്ക് കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ധാരാളം അനൗൺസ്മെൻറ്റുകൾ അടുത്ത ദിവസങ്ങൾ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് സംബന്ധിച്ചുള്ള അനൗൺസ്മെൻറ്റ്, അതുപോലെ തന്നെ സെബിയുടെ ഭാഗത്തു നിന്നും പലതരത്തിലുള്ള മാർക്കറ്റ് റിഫോം മെഷേഴ്സ് അനൗൺസ്മെൻറ്റ് ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിൽ ഉണ്ടാവുന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ BHAയിൽ 2,500 കോടി രൂപയുടെ ഓർഡർ ഓവർസീസ് ഓർഡറാണ് നൈജീരിയയിൽ നിന്ന് ബാഗ് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് ന്യൂസാണ്. JBM ഓട്ടോ മെയ് മാസത്തിൽ 49% ഇലക്ട്രിക് ബേസ് മാർക്കറ്റ് ഷെയർ കൈയടക്കിയിരിക്കുകയാണ്. പോസിറ്റീവ് ന്യൂസാണ്. അതോടൊപ്പം തന്നെ ഒലെക്ട്ര ഗ്രീൻ ടെക്കും പോസിറ്റീവ് റിപ്പോർട്ടുകളുണ്ട്. തീർച്ചയായിട്ടും ഈ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് വർദ്ധിച്ചു പോകുന്നത് ജനങ്ങളെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിരിക്കുകയാണ്. EV റിലേറ്റഡ് വണ്ടികൾക്കാണ് കൂടുതൽ ഡിമാൻഡ് ഇപ്പോൾ. അത്തരത്തിലുള്ള ഡിമാൻഡിൻ്റെ ഇമ്പാക്റ്റിൽ നമ്മൾ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് സജസ്റ്റ് ചെയ്തിരുന്ന എഥർ എനർജിയൊക്കെ ഇന്നലെ നല്ല രീതിയിൽ മുന്നേറിയിട്ടുണ്ട്. അപ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ മാർക്കറ്റ് താഴെ വരുമ്പോൾ JBM ഓട്ടോ അതുപോലെ തന്നെ ഒലെക്ട്ര ഗ്രീൻ ടെക്ക് ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്നതാണ്. ടിറ്റഗ്ര റെയിൽവേ സിസ്റ്റം അതുപോലെ തന്നെ ഇൻഡിജീൻ അതുപോലെ തന്നെ തെഗ ഇൻഡസ്ട്രീസ് ഒക്കെ പോസിറ്റീവ് റിപ്പോർട്ടുകളുണ്ട്. NBCC 83.2 കോടി രൂപ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. 40 കോടി രൂപയുടെ ഓർഡർ കനറ ബാങ്കിൻ്റെ ഒരു ഹൗസിംഗ് പ്രൊജക്റ്റാണ്. NBCC ധാരാളം ഓർഡേഴ്സ് ബാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം മിഡിൽ ഈസ്റ്റ് എൻട്രിക്കുള്ള അനുമതിയൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ മിഡിൽ ഈസ്റ്റിൽ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് തീർന്ന് നല്ല രീതിയിൽ മിഡിൽ ഈസ്റ്റ് റിക്കവർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും NBCCക്ക് ഹ്യൂജ് ഓപ്പർച്യൂണിറ്റിയാണ് വരാൻ പോകുന്നത്. ഇന്ത്യ ബുൾസ് ലിമിറ്റഡ് ഒരു വാറണ്ട് ഇഷ്യൂ ആണ്. 1000 കോടി രൂപയ്ക്കുള്ള വാറണ്ടാണ്. $19.40 പെർ വാറണ്ടാണ് കൺവെർഷൻ വരുന്നത്. 18 മാസത്തിനുള്ളിലാണ് കൺവെർഷൻ വരുന്നത്. പ്രൊമോട്ടേഴ്സിനും അതുപോലെ തന്നെ ഔട്ട്സൈഡ് ഇൻവെസ്റ്റേഴ്സിനാണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ട് ന്യൂസാണ്. ധാരാളം ലാൻഡ് ബാങ്കുള്ളൊരു കമ്പനിയും കൂടിയാണ് ഇന്ത്യ ബുൾസ് ലിമിറ്റഡ്. ഒപ്പം ബ്രോക്കിംഗ് ഔട്ട്ഫിറ്റ് ഉണ്ട്. ഹിമാചൽ ഫ്യൂച്ചറിസ്റ്റിക് കമ്മ്യൂണിക്കേഷൻസ് അവരുടെ സബ്സിഡിയറികളുണ്ട്. ഡിഫൻസ് റിലേറ്റഡ് എയ്റോസ്പേസ് റിലേറ്റഡ് സബ്സിഡിയറികളിൽ സ്റ്റേക്ക് കൂട്ടാണ്. പോസിറ്റീവ് ന്യൂസാണ് HFCLനെ സംബന്ധിച്ച്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്നലെയും സെല്ലേഴ്സാണ്. അതേസമയം അതേ പേസിൽ തന്നെ നമ്മുടെ ഡൊമസ്റ്റിക് ഫണ്ടുകളും ബൈ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും മോർഗൻ സ്റ്റാൻലി പോലുള്ള ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിൽ ബൈ ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. മാർക്കറ്റ് താഴെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ന്യൂസുകൾ പൊതുവെ ഒരു കോൺഫിഡൻസ് നൽകുന്ന ന്യൂസ് തന്നെയാണ്. എന്നിരുന്നാലും ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക ക്രൈസിസ്
നീണ്ടു പോകുന്നത് ഇന്ത്യനെ സംബന്ധിച്ച് സ്ലൈറ്റ് നെഗറ്റീവ് തന്നെയാണ്. എന്നിരുന്നാലും വേഴ്സ്റ്റ് സീംസ് ഓവർ എന്നുള്ളൊരു സിറ്റുവേഷനിലേക്കാണ് ഇന്ത്യൻ മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അമേരിക്കയിൽ ടെക്നോളജി സ്റ്റോക്കുകളൊക്കെ വലിയ രീതിയിൽ സെൽ ഓഫ് വന്നു കഴിഞ്ഞാൽ അതിൻ്റേതായ ഇമ്പാക്റ്റുകളൊക്കെ വന്നേക്കാം. അതേസമയം നമ്മുടെ ടെക്നോളജി സർവീസസ് കമ്പനികളെ സംബന്ധിച്ച് നല്ല പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിരുന്നു. കഴിഞ്ഞ 2-3 ദിവസത്തെ നല്ല റാലിക്ക് ശേഷം തീർച്ചയായിട്ടും ഇത്തരത്തിൽ വീണ്ടും ഈ സ്റ്റോക്കുകൾ താഴെ വരികയാണെങ്കിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ വാങ്ങുന്നത് ഡിസിഷൻ നന്നായിരിക്കും. ഒപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വീക്ക് ഓപ്പണിംഗും വൊളാറ്റിലിറ്റിയാണ് സ്ട്രോങ് സപ്പോർട്ടായിട്ട് കാണുന്നത്. ഇന്നലത്തെ ക്ലോസിംഗ് ലെവൽ തന്നെയാണ് 23,150 ലെവലാണ് നിഫ്റ്റിക്ക് സപ്പോർട്ടായിട്ട് കാണുന്നത്. റിലേറ്റീവ് സ്ട്രെങ്സ് ഇൻഡെക്സ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു ഫ്ലാറ്റ് സെന്റിമെന്റ് അല്ലെങ്കിൽ സ്ലൈറ്റ് വൊളാറ്റിലിറ്റി ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. മറിച്ച് RBI അനൗൺസ്മെന്റ് നാളെ വരുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പെക്ടേഷനിലൊക്കെ ഒരു പോസിറ്റീവ് ബയാസ് ഒക്കെ ലോവർ ലെവലിൽ വന്നേക്കാം. അതോടൊപ്പം തന്നെ ഗവൺമെന്റ് അനൗൺസ്മെന്റുകളും എല്ലാവരും ഈഗർലി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അനൗൺസ്മെന്റുകൾക്കും ഇന്ത്യൻ മാർക്കറ്റിൽ അതിൻ്റെതായ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതേസമയം ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 2-3 ദിവസത്തിനുള്ളിൽ ഈ ക്രൈസിസ് സെറ്റിൽ ചെയ്യുന്നതാണ് ട്രംപ് ഒരു തരത്തിൽ പറയുന്നു. അതേസമയം മിഡിൽ ഈസ്റ്റിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഇവന്റ് തന്നെയാണ് നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചുള്ള ഒരു മേജർ ഇവന്റ് ഇപ്പോഴുള്ളത്. ആ ഇവന്റ് സെറ്റിൽ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിന് സ്ലൈറ്റ് പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്നൊരു ഡിസിഷൻ ആയിരിക്കും. അതോടൊപ്പം തന്നെ മറ്റു മാർക്കറ്റുകളെ സംബന്ധിച്ചും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.